ഉണ്ണിയപ്പം എന്നൊരു വികാരമാണല്ലേ. ഞങ്ങൾ ഉണ്ണിയപ്പം എന്നും പറയും, കുയ്യപ്പം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഞാനൊരു കപ്പ് പച്ചരി ഒരു 3 മണിക്കൂർ പിന്നെ കുതിർത്താൻ വെച്ചിരുന്നത്. അപ്പോൾ അത് നല്ല കഴുകി വൃത്തിയാക്കി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്താണ്. ഇനി അതിലേക്ക് ഒരു 3 ഏലക്കായും ചേർത്താണ്. ഇനി ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുത്ത് കണ്ട് നമുക്കിത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കട്ടോ. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇനി നമുക്കിതേക്ക് ശർക്കരപ്പാനിയൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പം മാവ് ഒരുപാട് ലൂസായി പോകും. അപ്പോൾ ഇത് നല്ലൊന്ന് പേസ്റ്റാക്കി അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടോ. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ മൈസൂർ പഴം ചെറുപഴം എന്നൊക്കെ പറയും, നമ്മളിവിടെ മൈസൂർ പഴം എന്നിട്ട് പറയല്ലേ. അപ്പോൾ ഒരു 3 ചെറിയ പഴം എടുത്തിട്ട് ഞാൻ അതും അതേ മിക്സീൻ്റെ ജാറിലിട്ട് കണ്ട് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കട്ടോ. അപ്പോൾ ഇത് പച്ചരിൻ്റെ കൂട്ടത്തിൽ എന്താ അരക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചരി അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുക്കണേ. അപ്പോൾ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് നമുക്ക് നല്ല ഒന്ന് മിക്സാക്കി എടുത്തിട്ട് അപ്പോൾ പച്ചരിയും ഈ പഴത്തിൻ്റെ മിക്സും പാട് നല്ല മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഉണ്ടല്ലോ. അപ്പോൾ ഒരു 3 ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ചാണ്. അപ്പോൾ ശർക്കര നല്ല ഉരുകി വന്നതിന് ശേഷം നല്ല ചൂടോടെ നമുക്ക് ഈ മിക്സിയിലേക്കാണ് ഒഴിച്ച് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കട്ടോ. ചൂടാറാൻ നിൽക്കരുത്, ചൂടോടെ അരക്കണം. നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ, പിന്നെ അതിലേക്ക് ഇത്തിരി കരിഞ്ചീരമുള്ള എന്ത് വേണമെങ്കിലും ചേർക്കട്ടോ. പിന്നെ തേങ്ങാക്കൊത്ത് അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വറുത്തും വറുക്കാതൊക്കെ ചേർക്കട്ടെ. ഞാൻ ഇപ്പോൾ വറുത്തിട്ടില്ല കേട്ടോ. അവിടെ അത് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ മാവിൻ്റെ പരുവം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ മാവ് ഇങ്ങനെ പൊട്ടി ഒലിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. നല്ല ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ ഓയിലേക്കും പാകത്തിനനുസരിച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി മൊരിഞ്ഞ ഉണ്ണിയപ്പം ഇവിടെ കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതന്നെ തനിയെ മറിഞ്ഞ് വരും കേട്ടോ. നല്ല പോലെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിയിട്ട് ഉണ്ണിയപ്പം. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഫീഡ്ബാക്കൊക്കെ അറിയാം.